വെൽക്കം ടു പ്രാക്ടിക്കൽ ക്ലാസ്. സോൾട്ട് അനാലിസിസ് ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോൾട്ട് അനാലിസിസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. പ്രിലിമിനറി എക്സാമിനേഷൻ 3 ടെസ്റ്റുകളാണ് നമ്മൾ കണ്ടത്. ഏതൊക്കെയാണ്? കളർ ആൻഡ് അപ്പിയറൻസ് ഓഫ് ദി സോൾട്ട് ആർ നോട്ടഡ്. തന്നിരിക്കുന്ന സോൾട്ടിൻ്റെ കളറും അപ്പിയറൻസും നോക്കണം. കളർലെസ് സോളിഡ് ആണെങ്കിൽ കോപ്പറും മാംഗനീസും ആബ്സെൻ്റ് ആണ്. കോപ്പർ ആൻഡ് മാംഗനീസ് ആർ ആബ്സെൻറ്റ്. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ടിലെ ലെറ്റേഴ്സിന് കുറച്ച് വലുപ്പക്കുറവുണ്ട്. ആർക്കെങ്കിലും നോട്ട് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ. ബ്ലൂ, ഗ്രീൻ ഓർ ബ്ലൂയിഷ് ഗ്രീൻ ആണെങ്കിൽ കോപ്പർ സാൾട്ട് മേ ബി പ്രസൻറ്റ്. ഓക്കെ. സോൾട്ടിൻ്റെ കളർ പിങ്ക് ആണെങ്കിൽ മാംഗനീസ് സോൾട്ട് മേ ബി പ്രസൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്ക് കളർലെസ് സോൾട്ട് മാത്രമേ തരൂ. ഓക്കെ. കളർലെസ് മീൻസ് വൈറ്റ്. നോട്ട് എഴുതിയെടുക്കണം. ഫ്ലെയിം ടെസ്റ്റ്. A little of the salt is made into a paste with concentrated HCl and it is shown to a non-luminous flame by using a glass rod. ബുൺസൺ ബർണർ കത്തിക്കുക. നീല നിറത്തിലുള്ള തീജ്വാല നമുക്ക് കിട്ടും. നോൺ ലുമിനസ് ഫ്ലെയിം. സോൾട്ട് HCl, അതായത് കോൺസെൻട്രേറ്റഡ് HClമായി പേസ്റ്റാക്കി ഈ ഫ്ലെയിമിലേക്ക് കാണിക്കണം. ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂയിഷ് ഗ്രീൻ കളർ കിട്ടുന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് കോപ്പർ അയോൺ ഉണ്ട് എന്നാണ് അർത്ഥം. ബ്രിക്ക് റെഡ് കളർ ഈസ് ഇമ്പാർട്ടഡ് ടു ദ ഫ്ലെയിം. ഇതാണ് ഒബ്സർവേഷൻ എങ്കിൽ പ്രസൻസ് ഓഫ് കാൽഷ്യം. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സ്ട്രോൺഷ്യം നമുക്ക് തരില്ല. സ്ട്രോൺഷ്യമാണെങ്കിൽ ഫ്ലെയിമിന് കിട്ടുന്ന കളർ ക്രിംസൺ കളർ, കടും ചുവപ്പ് കളറാണ്. ഓക്കെ. ലൈറ്റ് ഗ്രീൻ കളർ ഈസ് ഇമ്പാർട്ടഡ് ടു ദ ഫ്ലെയിം. അതാണെങ്കിൽ പ്രസൻസ് ഓഫ് ബേരിയം ആണ്. പ്രത്യേകിച്ച് നിറമൊന്നും കിട്ടിയില്ലെങ്കിൽ കോപ്പർ ഇല്ല, കാൽഷ്യം ഇല്ല, സ്ട്രോൺഷ്യം ഇല്ല, ബേരിയം ഇല്ല. ഈ അയോണുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ ഊഹിക്കണം. നോ ക്യാരക്ടറിസ്റ്റിക് കളർ ഈസ് ഇമ്പാർട്ടഡ് ടു ദ ഫ്ലെയിം. ഓക്കെ. ഇതാണ് രണ്ടാമത്തെ ടെസ്റ്റ്. സോല്യൂബിലിറ്റി നമ്മൾ പറഞ്ഞതാണ്. സോൾട്ടിനെ വെള്ളവുമായിട്ട് ട്രീറ്റ് ചെയ്യണം. സോൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു. സോഡിയം കാർബണേറ്റ് ഒഴിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഇല്ലെങ്കിൽ അമോണിയം സോൾട്ട് ഉണ്ട്. സാൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു. സോഡിയം കാർബണേറ്റ് ഒഴിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ആബ്സെൻസ് ഓഫ് അമോണിയം സോൾട്ടാണ്. സാൾട്ട് വെള്ളത്തിൽ സോലുബിൾ അല്ലെങ്കിൽ ഡൈല്യൂട്ട് HClമായി ട്രീറ്റ് ചെയ്യണം. സോൾട്ട് ഡൈല്യൂട്ട് HClൽ ഡിസോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ ലെഡ് സോൾട്ട് ഉണ്ട്. ഡിസോൾവ് ചെയ്താൽ ലെഡ് സാൾട്ട് ഇല്ല. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ക്ലാസ് കേൾക്കണം. നോട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കി എഴുതിയാൽ മതി. അല്പം കൂടെ വലിയ ലെറ്റേഴ്സാണ്. ഓക്കെ. അതിനു വേണ്ടിയാണത് ഒന്നുകൂടെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞാൽ നമുക്കറിയാം ആനയോണിൻ്റെ അനാലിസിസാണ്. അനാലിസിസ് ഫോർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനയോൺ. 5 ആനയോണുകളാണ് നമുക്ക് ഉള്ളത്. അതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് പരീക്ഷയ്ക്ക് തരിക. ആനയോണിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഉടൻ തന്നെ കൺഫർമേഷൻ ചെയ്യണം. ആദ്യത്തെ ആനയോൺ കാർബണേറ്റ് ആണ്. കാർബണേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ
ഉടൻ തന്നെ അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. കാർബണേറ്റ് ഇല്ലെങ്കിൽ രണ്ടാമത്തെ ആനയം അസറ്റേറ്റ് ടെസ്റ്റ് ചെയ്യണം. അസറ്റേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൺഫർമേറ്ററി ചെയ്യണം. ഇല്ലെങ്കിൽ അടുത്ത ആനയോൺ ചെയ്തു നോക്കണം. അടുത്ത ആനയോൺ ഏതാണ്? ക്ലോറൈഡ് അയോണാണ്. ക്ലോറൈഡ് അയോൺ കിട്ടിയാൽ, ഐഡൻറ്റിഫൈ ചെയ്താൽ അതിൻ്റെ കൺഫർമേറ്ററി ചെയ്യണം. ക്ലോറൈഡ് അയോൺ ഇല്ലെങ്കിലോ തൊട്ടടുത്ത ആനയോൺ അതിൻ്റെ ടെസ്റ്റ് ചെയ്യുക. നൈട്രേറ്റ് അയോൺ. നൈട്രേറ്റ് അയോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ കൺഫർമേറ്ററി ചെയ്യണം. ഇല്ലെങ്കിലോ ഏറ്റവും അവസാനത്തെ ആനയോണായ സൾഫേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യണം. സൾഫേറ്റ് കിട്ടിയാൽ അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ റൂൾ. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റുകളാണ്. നമുക്ക് നോക്കാം. കാർബണേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് പറയുന്നത്. ഇതെല്ലാം ബൈഹാർട്ട് പഠിച്ചു വെക്കണം. ഇതിൻ്റെ മലയാളമാണ് പറയുന്നത്. ലാബിൽ വന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന് വായിക്കാം. ആക്ഷൻ ഓഫ് ഡൈല്യൂട്ട് HCl. A little of the substance is added to about 1 milli dilute HCl taken in a test tube. ഇതാണ് എക്സ്പെരിമെൻറ്റ്. ഒബ്സർവേഷൻ നോക്കൂ. brisk effervescence with the evolution of a colorless odorless gas turning lime water milky. ഇങ്ങനെ കിട്ടിയാൽ ഇൻഫറൻസ് എന്താണ്? പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഐഡൻറ്റിഫൈഡ്. എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്? കഴുകി വൃത്തിയാക്കിയ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിൽ അല്പം ഡൈല്യൂട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. 1 മില്ലി അല്പം എടുക്കുക. കറക്റ്റ് 1 മില്ലി തന്നെയാവണമെന്ന് നിർബന്ധമില്ല. അല്പം എടുക്കുക. തന്നിരിക്കുന്ന സോൾട്ടിൽ അല്പം എടുത്ത് ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഡൈല്യൂട്ട് HClഉം സോൾട്ടും തമ്മിൽ പ്രവർത്തിക്കും. നുര വരുന്നുണ്ടെങ്കിൽ, നുരയും പതയും വരുന്നുണ്ടെങ്കിൽ കാർബണേറ്റ് ഐഡൻറ്റിഫൈഡ് ആണ്. സോൾട്ട് HClയുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നുരയും പതയുമായിട്ട് നമുക്ക് ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ കാണാവുന്നതാണ്. ചെറിയ കുമിളകൾ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്തു നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. കാരണം നമുക്കറിയാം കാർബണേറ്റുകൾ ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തേക്ക് വിടും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ, ലൈം വാട്ടറിലൂടെ കടത്തിവിട്ടാൽ ലൈം വാട്ടർ മിൽക്കി കളറായിട്ട് മാറും. ആ പോർഷൻ നമ്മൾ ചെയ്യേണ്ട. ലൈം വാട്ടറിലൂടെ കടത്തിവിടണമെന്ന് നിർബന്ധമില്ല. ബ്രിസ്ക് എഫർവസൻസ്, ആ കുമിളകൾ വരുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒബ്സർവേഷൻ കൃത്യമായി കിട്ടിയാൽ പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഐഡൻറ്റിഫൈഡ് ആണെന്ന് പറയാം. ഇങ്ങനെയാണ് കാർബണേറ്റ് കണ്ടുപിടിക്കുന്നത്. ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ഡൈല്യൂട്ട് HCl എടുക്കുക, അല്പം സോൾട്ട് അതിലേക്ക് ഇടുക. നുരയും പതയുമായി കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കാർബണേറ്റ് ഐഡൻറ്റിഫൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ചുണ്ണാമ്പ് വെള്ളത്തിനെ പാൽ നിറമാക്കും. ആ പോർഷൻ നമ്മൾ ചെയ്യണമെന്നില്ല. കുമിളകൾ വരുന്നത് നന്നായിട്ട് നോക്കണം. ഓക്കെ. കാർബണേറ്റ് കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ്. ഇപ്പോൾ എഴുതുമ്പോൾ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാർബണേറ്റ് എന്ന് എഴുതണം. ഓക്കെ. നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റുകളാണ്. ആദ്യം എല്ലാ ഐഡൻറ്റിഫിക്കേഷനും പരിചയപ്പെടുത്താം. പക്ഷേ സോൾട്ട് കിട്ടി ചെയ്യുമ്പോൾ കാർബണേറ്റ് കിട്ടിയാൽ പിന്നീട് ബാക്കി ആനയോണുകൾ നമ്മൾ ചെയ്യുകയും വേണ്ട, എഴുതുകയും വേണ്ട. കാർബണേറ്റ് കിട്ടിയ കുട്ടി കാർബണേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ശരിയായാൽ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ബാക്കി 4 ആനയോണുകളും, അതായത് അസറ്റേറ്റ് ചെയ്യേണ്ട, ക്ലോറൈഡ് ചെയ്യേണ്ട, നൈട്രേറ്റ് ചെയ്യേണ്ട, സൾഫേറ്റ് ചെയ്യേണ്ട, എഴുതുകയും വേണ്ട. കാർബണേറ്റ് കിട്ടിയ കുട്ടി ഭാഗ്യവാനാണ്. കാരണം ബാക്കിയൊന്നും ചെയ്യുകയും വേണ്ട, എഴുതുകയും വേണ്ട. പെട്ടെന്ന് തന്നെ ആനയോൺ കിട്ടി. ഓക്കെ.
കൺഫർമേറ്ററി പിന്നീട് പരിചയപ്പെടുത്താം. നമ്മൾ എല്ലാ ആനയോണിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ സാൾട്ട് കിട്ടുമ്പോൾ കൺഫർമേറ്ററി ആണ് ചെയ്യേണ്ടത്. കാർബണേറ്റ് കിട്ടിയാൽ. കാർബണേറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തെഴുതണം? നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ് എന്ന് എഴുതണം. കാർബണേറ്റ് കിട്ടിയാൽ കൺഫർമേറ്ററി ചെയ്യണം, കിട്ടിയില്ലെങ്കിൽ നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ എന്ന് എഴുതണം, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ് എന്ന് എഴുതണം. എന്നിട്ട് അടുത്ത ആനയോണിൻ്റെ ടെസ്റ്റ് ചെയ്യണം. അടുത്ത ആനയോൺ ഏതാണെന്ന് നോക്കാം. അടുത്ത ആനയോൺ അസറ്റേറ്റ് ആണ്. അസറ്റേറ്റ് ആനയോണിനെ എങ്ങനെ കണ്ടുപിടിക്കും? ആക്ഷൻ വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ആക്ഷൻ വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് നോക്കാം. എ ലിറ്റിൽ ഓഫ് ദ സബ്സ്റ്റാൻസ് ഈസ് റബ്ബഡ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇൻ എ വാച്ച് ഗ്ലാസ്. സ്മെൽ ഓഫ് വിനെഗർ, പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഐഡൻറ്റിഫൈഡ്. ഒരു വാച്ച് ഗ്ലാസ് എടുക്കുക, ലാബിൽ ചെല്ലുമ്പോൾ കാണാം. അതിൽ അല്പം സാൾട്ട് എടുക്കുക, അല്പം ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക, നന്നായിട്ട് റബ്ബ് ചെയ്യുക, നന്നായിട്ട് ഉരയ്ക്കുക. ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് റബ്ബ് ചെയ്യാം. സ്മെല്ല് നോട്ട് ചെയ്യുക. വിനെഗറിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ, അതായത് സുർക്കയുടെ മണമുണ്ടെങ്കിൽ, പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഐഡൻറ്റിഫൈഡ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. വിനെഗർ സ്മെൽ ഇല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ്. പ്രസൻസ് ആണെങ്കിൽ ഐഡൻറ്റിഫൈഡ് എന്ന് എഴുതണം, പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഐഡൻറ്റിഫൈഡ്. നോ സ്മെൽ ഓഫ് വിനെഗർ ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ്. ഇവിടെ ഐഡൻറ്റിഫൈഡ് എന്ന് എഴുതണ്ട, ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, പല സോൾട്ടുകളും പല സ്വഭാവക്കാരായിരിക്കും. ചില സോൾട്ടുകൾ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വിനെഗർ സ്മെല്ലൊക്കെ തരും. ചില സോൾട്ടുകൾ നന്നായി റബ്ബ് ചെയ്താൽ മാത്രമേ സ്മെൽ തരൂ. ഇനി പറയുന്നത് അത്ര നല്ല രീതിയല്ല. സാൾട്ട് വേണമെങ്കിൽ നമുക്ക് അല്പം കയ്യിലേക്ക് എടുക്കാം. ഇതൊരു നല്ല രീതിയല്ല. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ഒഴിക്കരുത്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്പം കയ്യിലേക്ക്, ആ സാൾട്ടിലേക്ക് ഒഴിച്ച് വിരൽ കൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്യും. എന്നാൽ നന്നായിട്ട് റിയാക്ഷൻ നടക്കും. വിരൽ കൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്യാൻ നമുക്ക് പറ്റും. ഗ്ലാസ് റോഡിനേക്കാൾ ഇഫക്റ്റീവായിട്ട് വിരൽ കൊണ്ട് നമുക്ക് നന്നായിട്ട് റബ്ബ് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്മെല്ല് കറക്റ്റായിട്ട് കിട്ടും. ചിലപ്പോൾ റബ്ബിങ് കറക്റ്റ് അല്ലെങ്കിൽ സ്മെൽ കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷേ കൈയൊക്കെ നന്നായിട്ട് കഴുകണം. ഈ ഒരു രീതി അത്ര നല്ലതല്ല. എങ്കിലും ചില സാൾട്ടുകളൊക്കെ ചിലപ്പോൾ ഗ്ലാസ് റോഡ് കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പലവിധ പോസിബിലിറ്റികളും നമ്മളൊന്ന് നോക്കി വയ്ക്കണം. ഇതൊരു നല്ല രീതിയല്ല. അഥവാ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കൈയെല്ലാം നന്നായിട്ട് കഴുകണം. കെമിക്കൽസ് കയ്യിലൊന്നും ആക്കുന്നത് അത്ര നല്ലതല്ല. ഓക്കെ, എന്തായാലും വാച്ച് ഗ്ലാസ്സിൽ തന്നെ ചെയ്യുക. വാച്ച് ഗ്ലാസ്സിൽ സാൾട്ട് എടുക്കുക, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് ഗ്ലാസ് റോഡ് കൊണ്ട് റബ്ബ് ചെയ്യുക. ഇതാണ് ശരിയായ രീതി. വിനെഗർ സ്മെല്ല് കിട്ടും. കിട്ടിയാൽ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഐഡൻറ്റിഫൈഡ് എന്ന് പറയാം. ഓക്കെ, അസറ്റേറ്റ് കിട്ടിയ കുട്ടി ഉടൻ തന്നെ അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ബാക്കി ആനയോണുകൾ ചെയ്യുകയും വേണ്ട, എഴുതുകയും വേണ്ട. കിട്ടിയില്ലെങ്കിൽ അടുത്ത ആനയോണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കണം. ഓക്കെ, അടുത്ത ടെസ്റ്റ് ക്ലോറൈഡ് അയോണിൻ്റെ ടെസ്റ്റാണ്. ആക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നോക്കാം. എ ലിറ്റിൽ ഓഫ് ദ സബ്സ്റ്റാൻസ് ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇൻ എ ക്ലീൻ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ക്ലീൻ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ക്ലീൻ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. നന്നായി കഴുകിയ വെള്ളമില്ലാത്ത ഒരു ടെസ്റ്റ് ട്യൂബാണ് ഇതിന് വേണ്ടത്. ക്ലോറൈഡ് അയോണിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം ഉണ്ടായിരിക്കരുത്. കാരണം ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ തന്നെ ക്ലോറൈഡ് അയോൺ ഉണ്ടായേക്കാം. ടാപ്പ് വാട്ടർ ആയിരിക്കും പലപ്പോഴും ഉപയോഗിക്കുക. അതുകൊണ്ട് ടെസ്റ്റ് ട്യൂബ് ഡ്രൈ ആയിരിക്കണം. കൂടാതെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളമുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. വെള്ളം വേപ്പറൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്, കണ്ണിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡ്രൈ ടെസ്റ്റ് ട്യൂബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ടെസ്റ്റ് ട്യൂബ് നന്നായി കഴുകി
വേണമെങ്കിൽ ബർണറിലൊന്ന് കാണിച്ച് ഒന്ന് ചൂടാക്കാം. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലെ വെള്ളം മുഴുവനായിട്ടും കളയണം. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ശരി, ടെസ്റ്റ് ട്യൂബ് എടുത്തു, അല്പം സാൾട്ട് എടുത്തു, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്പം അതിലേക്ക് ഒഴിക്കണം. അത് ശ്രദ്ധിച്ചൊഴിക്കണം. അതെല്ലാം ലാബിൽ ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. എന്നിട്ട് വളരെ സേഫായിട്ട് ഹീറ്റ് ചെയ്യണം. നന്നായിട്ട് ചൂടാക്കണം. സൾഫ്യൂരിക് ആസിഡാണ് ചൂടാക്കുന്നത്, കണ്ണിലേക്ക് തെറിക്കരുത്. ചൂടാക്കേണ്ട രീതിയൊക്കെ ലാബിൽ ടീച്ചർ പറഞ്ഞു തരും. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്, ഇല്ലെങ്കിൽ അപകടം പറ്റും. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ചൂടാക്കുമ്പോൾ ഒബ്സർവേഷൻ എന്തായിരിക്കണം നോക്കൂ. എ കളർലെസ് ഫ്യൂമിംഗ് ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് which gives dense white fumes on a glass rod dipped in ammonium hydroxide solution. ചൂടാക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നിന്നും നിറമില്ലാത്ത ഒരു ഗ്യാസ് വരുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ഒരു ഫ്യൂമിംഗ് ഗ്യാസ്. ഈ ഗ്യാസ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ചുമ വരാറുണ്ട്. ക്ലോറൈഡ് അയോൺ നന്നായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അത് ലാബിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇറിറ്റേറ്റിംഗ് സ്മെല്ലാണ് വരുന്നത്. എന്തായാലും ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഗ്യാസ് വരുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഒരു ഗ്ലാസ് റോഡ് മുക്കി ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത്, അതായത് മൗത്തിൽ കാണിക്കണം. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കാണിക്കണം. കാണിക്കുമ്പോൾ നല്ല കട്ടിയുള്ള വെളുത്ത പുക കിട്ടും. ഡെൻസ് വൈറ്റ് ഫ്യൂംസ് കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് പറയാം പ്രസൻസ് ഓഫ് ക്ലോറൈഡ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുക, അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഒരു ഗ്ലാസ് റോഡ് മുക്കി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കാണിക്കുക. നല്ല കട്ടിയുള്ള വെളുത്ത പുക, ഡെൻസ് വൈറ്റ് ഫ്യൂംസ് കിട്ടും. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന വാതകം HCl ആണ്. അത് അമോണിയയുമായി പ്രവർത്തിക്കുമ്പോൾ അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും. ഈ അമോണിയം ക്ലോറൈഡാണ് നല്ല കട്ടിയുള്ള വെളുത്ത പുകയായിട്ട് മാറുന്നത്. അതാണ് അതിൻ്റെ തിയറി. നമ്മൾ റിയാക്ഷൻ ഓഫ് ആനയോൺ കാറ്റയോൺ ഇതൊക്കെ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ട്. ആ ഭാഗത്ത് അതിൻ്റെ കെമിസ്ട്രി നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ മതി. എന്തായാലും ഈ ടെസ്റ്റ് ശരിയായാൽ ക്ലോറൈഡ് അയോൺ ഐഡൻറ്റിഫൈഡ് ആണ്. ക്ലോറൈഡ് അയോൺ കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ അതിൻ്റെ കൺഫർമേറ്ററി ചെയ്യണം. ബാക്കി ആനയോണുകൾ നൈട്രേറ്റും സൾഫേറ്റും എഴുതുകയും വേണ്ട, ചെയ്യുകയും വേണ്ട. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തെഴുതണം? നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ എന്ന് എഴുതുക. ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ് എന്ന് എഴുതിയാൽ മതി. ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ് ആൻഡ് നൈട്രേറ്റും ഇതിൽ കിട്ടാറുണ്ട്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ് കിട്ടിയില്ല. ഓക്കെ, ഇനി ക്ലോറൈഡ് കിട്ടിയില്ലെങ്കിൽ ഈ ടെസ്റ്റ് ട്യൂബിലെ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ കളയേണ്ട. സാൾട്ടും സൾഫ്യൂരിക് ആസിഡും കളയേണ്ട. ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് ശരിയായില്ലെങ്കിൽ നമ്മളിത് കളയേണ്ട ആവശ്യമില്ല. അടുത്ത ടെസ്റ്റിനും ഇത് തന്നെയാണ് നമുക്ക് ആവശ്യം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും പേപ്പർ ബോളും ആവശ്യമാണ്. ഒരു പേപ്പറിൻ്റെ കഷ്ണം ചുരുട്ടി നമ്മൾ കയ്യിൽ വെക്കണം. കാർബൺ അല്ലേ, അച്ചടി മഷിയുള്ള പേപ്പറാണെങ്കിൽ നല്ലത്. കാർബൺ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, സാധാരണ പേപ്പറായാലും മതി. ഒരു പേപ്പർ ചുരുട്ടി. അപ്പോൾ ടെസ്റ്റ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് എ പേപ്പർ ബോൾ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ബോയിലിംഗ് സൊല്യൂഷൻ. ടെസ്റ്റ് ട്യൂബ് അല്ലേ, ക്ലീൻ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് എടുത്തു, സാൾട്ട് എടുത്തു, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുത്തു. നന്നായി ചൂടാക്കുക. ചൂടാവുമ്പോൾ ഒരു പേപ്പർ കഷ്ണം അതിലേക്ക് ഇടുക. ഒബ്സർവേഷൻ എന്തായിരിക്കണം? പ്ലെൻറ്റി ഓഫ് റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഈസ് ഇവോൾവ്ഡ്. ബ്രൗൺ കളറിലുള്ള ഗ്യാസ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിലൊക്കെ ബ്രൗൺ കളറിലുള്ള ഗ്യാസ് ഉണ്ടാകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ഇങ്ങനെ കിട്ടിയാൽ പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ഐഡൻറ്റിഫൈഡ്. ഇങ്ങനെ കിട്ടിയില്ലെങ്കിലോ
നോ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച്, ആബ്സെൻസ് ഓഫ് നൈട്രേറ്റ് എന്ന് എഴുതണം. നൈട്രേറ്റ് കിട്ടിയ കുട്ടി ഉടൻ തന്നെ നൈട്രേറ്റിൻ്റെ കൺഫർമേറ്ററി ചെയ്യണം. പേപ്പർ ബാൾ ഇടുമ്പോൾ ബ്രൗൺ ഗ്യാസ് ആണ് വരേണ്ടത്. ബ്ലാക്ക് കളർ വന്നാൽ നൈട്രേറ്റ് ഇല്ല എന്നാണ് അർത്ഥം. പേപ്പർ ബാൾ ഇടുമ്പോൾ അല്ലേ ആസിഡിലേക്ക്, സൾഫ്യൂരിക് ആസിഡിലേക്ക് പേപ്പർ ബാൾ ഇട്ടാൽ ബ്ലാക്ക് കളർ വന്നാൽ നൈട്രേറ്റ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ 3ഉം 4ഉം ടെസ്റ്റ് അല്ലേ, മൂന്നാമത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 4ാമത്തെ ടെസ്റ്റ് കൂടെ ചെയ്തു നോക്കണം. ഈ ക്ലോറൈഡ് കുട്ടികൾക്ക് എപ്പോഴും തെറ്റും. ക്ലോറൈഡ് അയോൺ കണ്ടുപിടിക്കുമ്പോൾ പലപ്പോഴും തെറ്റാറുണ്ട്. അപ്പോൾ സാൾട്ടും സൾഫ്യൂരിക് ആസിഡും നന്നായി ചൂടാക്കി അതിൽ നിന്നും ഫ്യൂംസ് വരുന്നുണ്ട്, ക്ലോറൈഡ് ആണെന്ന് സംശയം തോന്നി. എന്നിരുന്നാലും നമുക്ക് സേഫായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാം. ഒരു പേപ്പർ ബാൾ കൂടെ അതിലിട്ട് നോക്കാം. ബ്രൗൺ ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ ക്ലോറൈഡ് അല്ല, നൈട്രേറ്റ് ആണ്. അതുകൊണ്ട് 3ാമത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടെ നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് കൂടെ നിങ്ങൾ ചെയ്തു നോക്കണം. കാരണം ക്ലോറൈഡും നൈട്രേറ്റും എപ്പോഴും തെറ്റും. കുട്ടികൾക്ക് തെറ്റാറുള്ളതാണ്. ക്ലോറൈഡും നൈട്രേറ്റും തെറ്റാറുണ്ട്. ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്ലോറൈഡ് ആണെന്ന് തോന്നിയാലും നിങ്ങൾ എന്ത് ചെയ്യണം? നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് കൂടെ ഒന്ന് ചെയ്യുകയാണ് ബുദ്ധി. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അതിന് പ്രയാസമൊന്നുമില്ല. ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സാൾട്ടും സൾഫ്യൂരിക് ആസിഡും ചൂടാക്കുമ്പോൾ ഒരു പേപ്പർ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ക്ലോറൈഡ് സംശയം തോന്നിയാലും നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് കൂടെ നിങ്ങൾ ചെയ്യണം. അതാണ് നമുക്ക് സേഫ് ആയിട്ടുള്ളത്. പരീക്ഷയ്ക്ക് തെറ്റാതിരിക്കാൻ അതാണ് നല്ലത്. ഓക്കെ, അങ്ങനെ നമുക്ക് നൈട്രേറ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലേ, ഉറപ്പാണ് ബാക്കി സൾഫേറ്റ് ആയിരിക്കും. സൾഫേറ്റ് ലാസ്റ്റേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ തന്നെ ചിലപ്പോൾ സൾഫേറ്റ് ഉണ്ടാവും. ആദ്യം തന്നെ പോയിട്ട് സൾഫേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒബ്സർവേഷൻ നമുക്ക് കിട്ടിയേക്കാം. അതുകൊണ്ട് സിസ്റ്റമാറ്റിക്കായി ചെയ്യാൻ പാടും. കാർബണേറ്റ് കഴിഞ്ഞാൽ അസറ്റേറ്റ് കഴിഞ്ഞാൽ ക്ലോറൈഡ് കഴിഞ്ഞാൽ നൈട്രേറ്റ് കഴിഞ്ഞാൽ സൾഫേറ്റ്. എങ്ങനെയാണ് സൾഫേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ആക്ഷൻ വിത്ത് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ടു എ ലിറ്റിൽ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ആഡഡ്. ബേരിയം ക്ലോറൈഡ് ലാബിലുണ്ടായിരിക്കും. സാൾട്ട് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കും? ടെസ്റ്റ് ട്യൂബ് എടുക്കുക, സാൾട്ട് എടുക്കുക, അല്പം വെള്ളം ചേർക്കുക, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. സാൾട്ട് ആ വെള്ളത്തിൽ ലയിക്കും. ഇതാണ് സാൾട്ട് സൊല്യൂഷൻ, അക്വസ് സൊല്യൂഷൻ. ഇനി ബേരിയം ക്ലോറൈഡ് ചേർക്കുമ്പോൾ എന്താണ് ഒബ്സർവേഷൻ വേണ്ടത്? എ വൈറ്റ് precipitate വിച്ച് ഈസ് ഇൻസോല്യൂബിൾ ഇൻ ഡൈല്യൂട്ട് HCl. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ വൈറ്റ് precipitate കിട്ടും. വൈറ്റ് precipitate ചിലപ്പോൾ കുറേ ഉണ്ടായിരിക്കും, ചിലപ്പോൾ റിയേജൻറ്റ് നമ്മൾ അറിയാതെ കൂടുതൽ എടുത്തിട്ടുണ്ടായിരിക്കും, കുറേ ഉണ്ടായിരിക്കും. ഈ വൈറ്റ് precipitate-ലെ അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. എന്നിട്ട് ഡൈല്യൂട്ട് HCl ഒഴിക്കുക. ഡൈല്യൂട്ട് HCl ഒഴിക്കുമ്പോൾ ഈ വൈറ്റ് precipitate അപ്രത്യക്ഷമാവരുത്, അതായത് ഡിസോൾവ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രസൻസ് ഓഫ് സൾഫേറ്റ് ഐഡൻറ്റിഫൈഡ്. നമ്മുടെ ആനയോൺ സൾഫേറ്റ് ആണ്. അപ്പോൾ ഈ 5 ആനയോണുകളെയും കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് പറഞ്ഞത്. ആദ്യത്തത് ഓർമ്മയുണ്ടല്ലോ, ഏതാണ്? കാർബണേറ്റ് ആണ്. സോൾട്ടും ഡൈല്യൂട്ട് HCl-ഉം ആണ് ഇതിൽ ആവശ്യം വരുന്നത്. അപ്പോൾ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് നിന്നും കുമിളകൾ വരും അല്ലേ. കളർലെസ്, ഓർഡർലെസ് ഗ്യാസാണ്. നിറമില്ലാത്തതും മണമില്ലാത്തതുമായ ഗ്യാസാണ് കളർലെസ്. നിറമില്ലാത്ത, ഓർഡർലെസ് ആണ്, മണമില്ലാത്ത ഗ്യാസാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്കെ, കാർബണേറ്റ് ഇല്ലെങ്കിൽ അസറ്റേറ്റ് ചെയ്യണം. അസറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡാണ്. ഓക്കെ, വിനെഗർ സ്മെല്ല് കിട്ടിയാൽ അസറ്റേറ്റ് ഉണ്ട്. പിന്നെ ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് ശ്രദ്ധിച്ച് ചെയ്യണം. സോൾട്ടും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമാണ് വേണ്ടത്. ഡ്രൈ ടെസ്റ്റ് ട്യൂബ് നിർബന്ധമാണ്. ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഗ്ലാസ് റോഡ് മുക്കി കാണിക്കണം. കട്ടിയുള്ള വെളുത്ത പുക കിട്ടും. അങ്ങനെയാണെങ്കിൽ ക്ലോറൈഡ് ഐഡൻറ്റിഫൈഡ് ആണെന്ന് പറയാം. ക്ലോറൈഡ് ഐഡൻറ്റിഫൈഡ് ആണെന്ന് തോന്നിയാലും ഒരു പേപ്പർ കഷ്ണം അതിലേക്ക് ഇടുന്നതാണ് ബുദ്ധി. കാരണം ചിലപ്പോൾ അത് നൈട്രേറ്റ് ആയിരിക്കാം. ടെസ്റ്റ് ട്യൂബിൽ ചിലപ്പോൾ വെള്ളമുണ്ടായി അല്ലെങ്കിൽ അന്തരീക്ഷ വായുവിലെ ഈർപ്പമുണ്ട്, ക്ലോറൈഡ് ആണെന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ക്ലോറൈഡ് പലപ്പോഴും തെറ്റാറുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ടൊരു പേപ്പർ ബോൾ നമ്മൾ അതിൽ ചുരുട്ടിയിട്ടാൽ ബ്രൗൺ ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ നൈട്രേറ്റ് ആണ്. ഈ ടെസ്റ്റുകളെല്ലാം ബൈഹാർട്ട് പഠിക്കണം. നൈട്രേറ്റ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സൾഫേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യണം. സൾഫേറ്റ് ആണെന്ന് ഊഹിച്ചാൽ പോരാ, സൾഫേറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബേരിയം ക്ലോറൈഡ് ഒഴിക്കുമ്പോൾ വൈറ്റ് precipitate കിട്ടും. ആ വൈറ്റ് precipitate HCl ഒഴിക്കുമ്പോൾ ഡിസോൾവ്
ചെയ്യില്ല, അതായത് അപ്രത്യക്ഷമാവില്ല. അതായത് HCl ആ പ്രസിപ്പിറ്റേറ്റ് ഇൻസോല്യൂബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൾഫേറ്റ് ഐഡൻറ്റിഫൈഡ് ആണെന്ന് പറയാം. അങ്ങനെ 5 ആനയോണുകൾ ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റുകളാണ്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ആദ്യം പരിചയപ്പെടുത്താമെന്ന് കരുതി. ഏത് ആനയോണാണോ കിട്ടിയത് അതിൻ്റെ കൺഫർമേറ്ററിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏത് ആനയോണാണോ കിട്ടിയത് അതിൻ്റെ കൺഫർമേറ്ററി ചെയ്യണം. ഓക്കെ, ഇനി കൺഫർമേറ്ററി പരിചയപ്പെടുത്താം. കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോൺ. ആനയോണിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റുകൾ. കാർബണേറ്റ് കിട്ടിയ കുട്ടി ഉടൻ തന്നെ കാർബണേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ഈ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആനയോൺ കാർബണേറ്റ് ആണ്. ഈ ടെസ്റ്റ് ശരിയാവണം. നോക്കാം എങ്ങനെയാണ് ചെയ്തത്. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു അക്വസ് സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് എടുക്കുക, അല്പം വെള്ളമൊഴിക്കുക, സാൾട്ട് അതിൽ ഡിസോൾവ് ചെയ്യണം. ഇതിനെയാണ് അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് ബേരിയം ക്ലോറൈഡ് ചേർക്കണം. ഒബ്സർവേഷൻ എന്താണ്? എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, അല്ലേ? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. വിച്ച് ഗീവ്സ് ബ്രിസ്ക് എഫർവസൻസ് വെൻ ഡിസോൾവ്ഡ് ഇൻ ഡൈല്യൂട്ട് HCl. ദ ഇവോൾവ്ഡ് കളർലെസ് ഗ്യാസ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതിലേക്ക് ഡൈല്യൂട്ട് HCl ഒഴിച്ചാൽ നുരയും പറയും, അതായത് കുമിളകൾ പുറത്തേക്ക് വരും. സോഡാ കുപ്പി തുറക്കുമ്പോൾ അല്ലേ കുമിളകൾ പുറത്തേക്ക് വരാറുണ്ട്. അതുപോലെ ഡൈല്യൂട്ട് HCl ഒഴിക്കുമ്പോൾ ഈ പ്രസിപ്പിറ്റേറ്റും ഡൈല്യൂട്ട് HCl റിയാക്ട് ചെയ്യും. അങ്ങനെ ബ്രിസ്ക് എഫർവസൻസ്, കുമിളകൾ പുറത്തേക്ക് വരും. ഈ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെ ആ പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്യും. ഡൈല്യൂട്ട് HCl പ്രസിപ്പിറ്റേറ്റും പ്രവർത്തിച്ച് ആ വൈറ്റ് കളർ കംപ്ലീറ്റ് പോകും. അങ്ങനെ ബ്രിസ്ക് എഫർവസൻസ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്ത് ഡൈല്യൂട്ട് HCl ഒഴിക്കുന്നതാണ് നല്ലത്. നമുക്ക് കിട്ടിയ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിൽ നിന്നും അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. എന്നിട്ട് ഡൈല്യൂട്ട് HCl ഒഴിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് കിട്ടിയതിലേക്ക് ഒഴിച്ചാൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് കിട്ടിയ പ്രസിപ്പിറ്റേറ്റിൽ നിന്നും അല്പം മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റി ഡൈല്യൂട്ട് HCl ഒഴിക്കുക. അപ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് മുഴുവനായിട്ടും അപ്രത്യക്ഷമാവും. അത് പച്ചവെള്ളം പോലെയായിട്ട് മാറും. വളരെ ക്ലിയർ സൊല്യൂഷനായിട്ട് മാറും. ദ ഇവോൾവ്ഡ് കളർലെസ് ഗ്യാസ്, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ആ പോർഷൻ നമ്മൾ ചെയ്യേണ്ട, അങ്ങനെ എഴുതിയാൽ മതി. ഈ ടെസ്റ്റ് ശരിയായാൽ നമുക്ക് കാർബണേറ്റ് കൺഫേംഡ് ആണെന്ന് പറയാം. പ്രസൻസ് ഓഫ് കാർബണേറ്റ് കൺഫേംഡ്. പിന്നെ റിസൾട്ട് എഴുതിയാൽ മതി. ദ ഗിവൻ ആനയോൺ ഈസ് കാർബണേറ്റ്. ആനയോണിൻ്റെ അനാലിസിസ് കഴിഞ്ഞു. അപ്പോൾ കാർബണേറ്റ് കിട്ടിയ കുട്ടിക്ക് വളരെ പെട്ടെന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇതാണ്. അപ്പോൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ചേർക്കണം സോൾട്ടിലേക്ക്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡൈല്യൂട്ട് HCl ഒഴിക്കുമ്പോൾ ബ്രിസ്ക് എഫർവസൻസ് തരും, നുരയും പതയും അല്ലെങ്കിൽ കുമിളകൾ തരും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അപ്രത്യക്ഷമാവും. ഇതാണ് ടെസ്റ്റ്. ലാബിൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി എന്താണെന്ന് നോക്കാം. അസറ്റേറ്റ് കിട്ടിയ കുട്ടി അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. നോക്കൂ, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു അക്വസ് സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, സാൾട്ട് എടുക്കുക, വെള്ളം ഒഴിക്കുക, സാൾട്ട് വെള്ളത്തിൽ ലയിപ്പിക്കുക, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഷേക്ക് ചെയ്യുക. ഇതാണ് അക്വസ് സൊല്യൂഷൻ. ഇതിലേക്ക് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ചേർക്കണം. ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ലാബിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങളതെടുത്ത് ഒഴിച്ചാൽ മതി, കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒന്ന് ഷേക്ക് ചെയ്യാം. റിയേജൻസ് ചേർക്കുമ്പോൾ എപ്പോഴും ഒന്ന് ഷേക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ റിയേജൻസ് മിക്സ് ചെയ്യണം. അതുകൊണ്ട് അത് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. എ ഡീപ്പ് റെഡ് കളറേഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. ദ സൊല്യൂഷൻ ടേൺസ് റെഡിഷ് ബ്രൗൺ ഓൺ ബോയിലിംഗ്. നല്ല ചുവപ്പ് കളർ കിട്ടും, വൈൻ റെഡ് കളർ കിട്ടും, നല്ല വീഞ്ഞിൻ്റെ ചുവപ്പ് കളർ കിട്ടും. ഇതിനെ ചൂടാക്കിയാൽ നമുക്ക് റെഡിഷ് ബ്രൗൺ കളറായിട്ട് മാറും. ഈ ടെസ്റ്റ് ശരിയായാൽ നമുക്ക് പറയാം പ്രസൻസ് ഓഫ് അസറ്റേറ്റ് കൺഫേംഡ്. ഉറപ്പിച്ചു, നമ്മുടെ ആനയോൺ അസറ്റേറ്റ് ആണ്. പിന്നെ റിസൾട്ട് എഴുതി കൊടുക്കുക, ദ ഗിവൻ ആനയോൺ ഈസ് അസറ്റേറ്റ്. ഓക്കെ, ക്ലോറൈഡിൻ്റെ കൺഫർമേറ്ററി പരിശോധിക്കാം. A little of the salt is heated with a small quantity of MnO2, അതായത് മാംഗനീസ് ഡയോക്സൈഡ്,
ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ഇവിടെ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് വേണം, കാരണം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഡ്രൈ ടെസ്റ്റ് ട്യൂബ് നിർബന്ധമാണ്. മാംഗനീസ് ഡയോക്സൈഡ് ലാബിലുണ്ടായിരിക്കും. ഒരു കറുത്ത പൊടിയാണ്. നമ്മുടെ ബാറ്ററിയൊക്കെ തല്ലിപ്പൊളിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് പൗഡർ കാണാം. അതാണ് മാംഗനീസ് ഡയോക്സൈഡ്. അപ്പോൾ സാൾട്ട് എടുത്തു, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു, ഒരു നുള്ള് അല്ലേ, അല്പം മാംഗനീസ് ഡയോക്സൈഡ്, അധികം വേണ്ട, അല്പം മാംഗനീസ് ഡയോക്സൈഡ് ചേർക്കുക, നന്നായി ചൂടാക്കുക. എ ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് വിത്ത് ഇറിറ്റേറ്റിംഗ് സ്മെൽ ഈസ് ഇവോൾവ്ഡ് വിച്ച് ടേൺഡ് സ്റ്റാർച്ച് പേപ്പർ ബ്ലൂ. ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നിന്നും ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് വരുന്നതായിട്ട് കാണാം. ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ ഗ്രീനിഷ് യെല്ലോ, നല്ല പച്ച ചാണകത്തിൻ്റെ നിറം തന്നെയാണ് ഗ്രീനിഷ് യെല്ലോ ഗ്യാസ്. ഗ്രീനിഷ് യെല്ലോ, അതാണ് എൻ്റെ കറക്റ്റ് കളർ. ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് വിത്ത് ഇറിറ്റേറ്റിംഗ് സ്മെൽ. ആ മണം നമുക്ക് ഇഷ്ടപ്പെടില്ല, ചുമയൊക്കെ വരും. വരുന്നത് ക്ലോറിൻ വാതകമാണ്. അത് പോയിസണസ് ആണ്. അതുകൊണ്ട് വല്ലാതെ ശ്വസിക്കരുത്. മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ ഇത് ഒഴിവാക്കണം. ഓക്കെ, സിംഗിളൊഴിച്ച് ഒഴിവാക്കണം. ഈ ഗ്യാസ് സ്റ്റാർച്ച് പേപ്പർ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കാണിച്ചാൽ ബ്ലൂ ആയിട്ട് മാറും. സ്റ്റാർച്ച് പേപ്പർ പലപ്പോഴും ലാബിൽ ഉണ്ടായിരിക്കില്ല. സ്റ്റാർച്ച് പേപ്പർ ബ്ലൂ ആയിട്ട് മാറും എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സ്റ്റാർച്ച് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റും. ഈ ടെസ്റ്റ് ശരിയായാൽ നമുക്ക് പറയാം പ്രസൻസ് ഓഫ് ക്ലോറൈഡ് കൺഫേംഡ്. ഓക്കെ, റിസൾട്ട് എഴുതി കൊടുക്കാം. ദ ഗിവൻ ആനയോൺ ഈസ് ക്ലോറൈഡ് അയോൺ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആനയോൺ നൈട്രേറ്റ് കിട്ടിയ കുട്ടി നൈട്രേറ്റിൻ്റെ കൺഫർമേറ്റർ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണിത്, ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഇത് ചില സാൾട്ടുകൾ മാത്രമേ നന്നായിട്ട് തരൂ. അതുകൊണ്ട് ഇത് കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട. ചില സാൾട്ടുകൾ മാത്രമേ ഇത് നന്നായിട്ട് തരൂ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ആഡ് ഈക്വൽ വോള്യൂം ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്. ഇത് ഫെറസ് സൾഫേറ്റ് എന്നാണ് വായിക്കേണ്ടത്, FeSO4, ഫെറസ് സൾഫേറ്റ്, ടു ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. Concentrated sulfuric acid is added along the sides of the test tube without shaking. Sides of the test tube without shaking. അപ്പം എന്താണ് ഇതിന് വേണ്ടത്? സാൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക. അത്രയും ക്വാണ്ടിറ്റി ഫെറസ് സൾഫേറ്റും വെള്ളത്തിൽ കലക്കണം. അത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ട് ഫെറസ് സൾഫേറ്റ് നമ്മൾ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ എടുത്ത് വെള്ളത്തിൽ നമ്മൾ കലക്കണം. ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം. പഴയത് പറ്റില്ല. പഴയതാണെങ്കിൽ അത് ഫെറിക് സൾഫേറ്റ് ആയിട്ട് മാറും. നമുക്ക് ഫെറസ് സൾഫേറ്റ് ആണ് വേണ്ടത്, ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്. അപ്പോൾ എന്താണ് ചേർക്കേണ്ടത്? സാൾട്ട് സൊല്യൂഷനിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ചേർക്കണം. അത് ഇളക്കാൻ പാടില്ല, ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല. സാധാരണ റിയേജൻറ്റ് ചേർത്താൽ ഷെയ്ക്ക് ചെയ്യണം എന്ന് നമ്മൾ പറയും. ഇവിടെ ഷെയ്ക്ക് ചെയ്യേണ്ട. സാൾട്ട് സൊല്യൂഷൻ എടുത്തു, അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് എടുത്ത് അത്രയും ക്വാണ്ടിറ്റി, അത്രയും വോള്യൂം ചേർക്കണം. എന്നിട്ട് ടെസ്റ്റ് ട്യൂബ് ഒന്ന് ചരിച്ച് പിടിക്കാം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ, ഈ രണ്ട് സൊല്യൂഷനിലേക്കും ഒലിച്ചിറങ്ങുന്ന രീതിയിൽ നമ്മൾ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കണം. അത് ലാബിൽ കാണിച്ചു തരും. ഈ സമയത്ത് ഇതാണ് ടെസ്റ്റ്. ഈ സമയത്ത് കാണുന്ന ഒബ്സർവേഷൻ, എ ബ്രൗൺ റിംഗ് ഈസ് ഫോംഡ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ടു ലെയേഴ്സ്. നമുക്കറിയാം സാൾട്ട് സൊല്യൂഷനും ഫെറസ് സൾഫേറ്റും ഉണ്ട്. രണ്ട് ലെയറായിട്ടാണ് നിൽക്കുന്നത്. മണ്ണെണ്ണയും വെള്ളവും നിൽക്കുന്ന പോലെ രണ്ട് ലെയറായിട്ട് നിൽക്കും. അതിൻ്റെ സെൻറ്ററിൽ ഒരു ബ്രൗൺ റിംഗ്. ടെസ്റ്റ് ട്യൂബ് ഇളക്കാൻ പാടില്ല, ഇളക്കിയാൽ അത് പോയി. ടെസ്റ്റ് ട്യൂബ് ഇളക്കാൻ പാടില്ല, ബ്രൗൺ റിംഗ് നഷ്ടപ്പെടും. അപ്പോൾ ഒരു ബ്രൗൺ റിംഗ് നമുക്ക് ഈ രണ്ട് ലെയേഴ്സിൻ്റെ ജംഗ്ഷനിലും കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ പ്രസൻസ് ഓഫ് നൈട്രേറ്റ് കൺഫേംഡ് എന്ന് പറയാം. ഇങ്ങനെ കിട്ടിയാൽ നൈട്രേറ്റ് കൺഫേംഡ് ആണ്. അപ്പോൾ ബ്രൗൺ റിംഗ് ടെസ്റ്റ് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ചിലപ്പോൾ ഫെറസ് സൾഫേറ്റ് ഒഴിക്കുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ പലപ്പോഴും ഈ ടെസ്റ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ പലപ്പോഴും ഈ ടെസ്റ്റ് കിട്ടാറില്ല. അതുകൊണ്ട് ചില സാൾട്ടുകളാണ് ഇത് നന്നായിട്ട് തരാറുള്ളത്. എന്തായാലും നൈട്രേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ഇതെല്ലാം നന്നായിട്ട് ബൈഹാർട്ട് പഠിക്കണം. ഓക്കെ, ശരി. ഇനി അടുത്തത് അവസാനത്തെ ആനയോൺ അല്ലേ, സൾഫേറ്റ്
ഐഡൻറ്റിഫൈ ചെയ്ത കുട്ടികൾ സൾഫേറ്റിൻ്റെ കൺഫർമേറ്ററി ചെയ്യാം. എന്താണ് സൾഫേറ്റിൻ്റെ കൺഫർമേറ്ററി? ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു എ ലിറ്റിൽ അക്വസ് സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട്. ലെഡ് അസറ്റേറ്റ് ലാബിലുണ്ടായിരിക്കും. സോൾട്ട് ടെസ്റ്റ് ട്യൂബിലെടുക്കുക, വെള്ളത്തിൽ ലയിപ്പിക്കുക, അതാണ് നമ്മുടെ അക്വസ് സൊല്യൂഷൻ ഓഫ് ദി സോൾട്ട്. ഇതിലേക്ക് ലെഡ് അസറ്റേറ്റ് ചേർക്കുക. എ തിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. നല്ല കട്ടിയുള്ള വെളുത്ത പ്രസിപ്പിറ്റേറ്റ് ടെസ്റ്റ് ട്യൂബിൽ കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ പ്രസൻസ് ഓഫ് സൾഫേറ്റ് കൺഫേംഡ്. റിസൾട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ സൾഫേറ്റ് കിട്ടിയ കുട്ടിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാർബണേറ്റ് ചെയ്ത് നോക്കി ഇല്ല എന്ന് എഴുതണം, അസറ്റേറ്റ് ചെയ്ത് നോക്കി ഇല്ല എന്ന് എഴുതണം, ക്ലോറൈഡ് ചെയ്ത് നോക്കി ഇല്ല എന്ന് എഴുതണം, നൈട്രേറ്റ് ചെയ്ത് നോക്കി ഇല്ല എന്ന് എഴുതണം. എന്നിട്ടേ സൾഫേറ്റ് എഴുതാൻ പറ്റും. അപ്പോൾ സൾഫേറ്റ് കിട്ടിയ കുട്ടിക്ക് അത്യാവശ്യം സമയമെടുക്കും ആനയോണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇത് സിസ്റ്റമാറ്റിക്കായി ചെയ്യണം. കാർബണേറ്റ് കഴിഞ്ഞാൽ അസറ്റേറ്റ്, അസറ്റേറ്റ് കഴിഞ്ഞാൽ ക്ലോറൈഡ് അയോൺ, ക്ലോറൈഡ് കഴിഞ്ഞാൽ നൈട്രേറ്റ്, നൈട്രേറ്റ് കഴിഞ്ഞാൽ സൾഫേറ്റ്. ഇതിൻ്റെ കെമിസ്ട്രി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മുടെ ആനയോണിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ റിയാക്ഷൻ, അവിടെ ഇതിൻ്റെ കെമിസ്ട്രി എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇപ്പോൾ ഈ ടെസ്റ്റുകൾ പഠിക്കുക. അപ്പോൾ ആനയോണിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതി, ആ ടെസ്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തി. ആനയോണിനെ കിട്ടിയാൽ ഉടൻ തന്നെ കൺഫർമേറ്ററി ചെയ്യണം. അപ്പോൾ 5 ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്, 5 കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്. ഇതാണ് ആനയോണിൻ്റെ അനാലിസിസിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാറ്റയോണിൻ്റെ അനാലിസിസ് നോക്കാം. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ബൈ.